ഇങ്ങനൊരു വാർത്ത വന്നെന്ന് കരുതി താനെന്തിനാ കോളേജിൽ പോയതിരിക്കുന്നേ? വക്കീൽ എന്താ കാര്യം മനസ്സിലാക്കാത്തത് പോലെ സംസാരിക്കുന്നേ? ഞാൻ കോളേജിലുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടോ, താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഈ പണ്ടത്തെ മഞ്ഞപത്രക്കാരെ പോലെയാ. ഇതിൽ വരുന്നതൊന്നും ആൾക്കാർ വിശ്വസിക്കൊന്നുമില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നാ ഇത്രയും പേര് കാണില്ലേ? എല്ലാ വാർത്തയിലും ഹെഡ് കോൺസ്റ്റബിൾ മാധവന്റെ മോളെന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ അച്ഛനെ കുറിച്ച് ഒരു നിമിഷത്തേക്കെങ്കിലും ആളുകൾ മോശമായിട്ട് ചിന്തിക്കില്ലേ? മോളെ, സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ഇത് നുണയാണെന്ന് മനസ്സിലാകും. പിന്നല്ലാതെ. പിന്നെ ബോധമില്ലാത്തവര് അവരെന്ത് ചിന്തിക്കുന്നെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഈ വാർത്തയൊക്കെ കാരണം ചേച്ചിക്ക് എത്രത്തോളം അപമാനം ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ കാരണം ചേച്ചിക്ക് വിഷമായി കാണും. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. മഞ്ജുവിനെ നിന്നെ ഈ വാർത്ത എങ്ങനെ ബാധിക്കുന്നു ഓർത്തുള്ള വിഷമായിരിക്കും. ഞാൻ അവളെ വിളിക്കാം. ആ ദേ മഞ്ജു വന്നല്ലോ. മഹിമേ, ചേച്ചി. മഹിമേ മോളെ, നീ എന്തിനാടി മോളെ വെറുതെ കരയുന്നേ? നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ.